ഇപ്പോൾ പനീർശെൽവം വാർത്താ സമ്മേളനം നടത്തുകയാണ് മാധ്യമങ്ങളോട്. சில விவரங்களை சொல்வதற்கு நாங்களும் தயாராக இருக்கின்றோம். எந்த குற்றச்சாட்டு சொன்னாலும் அதற்கு எங்களிடம் பதில் உறுதியாக இருக்கும். அது படிப்படியாக ஒன்றொன்றாக வரும் என்பதை மட்டும் இந்த நேரத்திலே சொல்லி மாண்புமிகு இதயம் டாக்டர் புரட்சி தலைவி அம்மா அவருடைய இல்லம், மாண்புமிகு அம்மா அவர்கள் வாழ்ந்த குடியிருந்த கோயில், இன்றைக்கு அந்த குடியிருந்த கோயிலை அம்மாவுடைய நினைவாக நினைவு இல்லமாக அம்மாவர்கள் பயன்படுத்திய ஒவ்வொரு பொருட்களையும் மக்களுடைய அழைத்து மக்களுடைய பார்வைக்கு வைத்து எத்தனை எவ்வளவு ஆண்டுகள் ஆனாலும் மாண்புமிகு அம்மாவுடைய அத்தனை பொருள்களும் பொக்கிஷமாக பாதுகாக்கப்பட வேண்டும். எத்தனை நூறாண்டுகள் ஆனாலும் மாண்புமிகு அம்மாவுடைய அந்த பொருள்கள் பாதுகாக்கப்பட வேண்டும். அதற்குத்தான் மாண்புமிகு இதயம் டாக்டர் புரட்சி தலைவி அம்மாவுடைய அந்த புனிதமான இடம் குடியிருந்த கோயிலாக, திருக்கோயிலாக, நினைவு இல்லமாக மாற்றப்படும். மாற்றுவதற்கு உண்டான ஒரு கட்ட முதல் கட்டம் இல்லம் நினைவு. പനീർശെൽവത്തിന്റെ വാർത്താ സമ്മേളനമാണ് ചെന്നൈയിൽ നിന്ന് തത്സമയം കണ്ടത്. വളരെ വേഗത്തിൽ തന്നെ അതിലേക്ക് എത്താമെന്ന് കരുതുന്നു. ചില സിഗ്നലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശശികലയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോഴും വാർത്താ സമ്മേളനത്തിൽ പനീർശെൽവം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയാകാൻ ശശികല വൃത്തികെട്ട നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുരട്ചി തലവി അമ്മായിയുടെ ഓർമ്മകൾക്കനുസരിച്ച് നീങ്ങുമെന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും ശശികല അവിടെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശികല വന്നാൽ ജനാധിപത്യത്തിന് തീരാ കളങ്കമെന്ന് പനീർശെൽവം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ രൂക്ഷമായ വിമർശനങ്ങളാണ് പനീർശെൽവത്തിന്റെ ഭാഗത്ത് നിന്ന് ശശികലയ്ക്കെതിരെ ഈ നിമിഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഗവർണറെത്തും ചെന്നൈയിൽ. ഒപ്പം തന്നെ 131 MLA-മാരെ കണ്ടെത്താൻ പോലീസിന് OPS നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇവർ മഹാബലിപുരത്തുള്ള റിസോർട്ടിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് കണ്ടെത്തണമെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ മുതിർന്ന നേതാവ് പ്രസിഡിയം ചെയർമാനുമായ മധുസൂദനൻ OPS-ന്റെ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പനീർശെൽവത്തിനൊപ്പമുള്ള ആളുകളുടെ എണ്ണം, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം കൂടുന്ന സൂചനകൾ വരുന്നു. ശശികലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പനീർശെൽവത്തിന്റെ വാർത്താ സമ്മേളനം. 5 മണിക്കാണ് ശശികല ഗവർണറെ സിബി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിബി, പനീർശെൽവം രൂക്ഷ വിമർശനമാണ് ശശികലയ്ക്കെതിരെ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ ശശികല വൃത്തികെട്ട നീക്കങ്ങൾ നടത്തുന്നു. ശശികല മുഖ്യമന്ത്രിയായാൽ അത് ജനാധിപത്യത്തിന് തീരാ കളങ്കമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തമിഴ് രാഷ്ട്രീയത്തിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മനു, തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ ചെന്നൈയിലേക്ക് ഗവർണർ എത്താൻ വെറും 1 മണിക്കൂർ മാത്രം ശേഷിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പനീർശെൽവത്തിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ശശികലയുടെ ഭാഗത്തുനിന്നും. ഇപ്പോൾ പനീർശെൽവം ശശികല മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും വൃത്തികെട്ട നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് പനീർശെൽവം ആഞ്ഞടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ശശികലയ്ക്കെതിരെ വലിയ രീതിയിൽ പനീർശെൽവം ആഞ്ഞടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഗവർണർ ഇന്ന് 3 മണിക്ക് ശേഷം ചെന്നൈയിലെത്തും. ഈ 5 മണിയോടെ ശശികല തങ്ങളുടെ ഭൂരിപക്ഷം തികയ്ക്കാനും വേണ്ടി തൻ്റെ കൂടെ 129 MLA-മാരുണ്ടെന്നാണ് ശശികലയുടെ വാദം. ഈ 129 MLA-മാരെ പ്രത്യേകമായി മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഇവർ മഹാബലിപുരത്തും മറ്റും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ MLA-മാരിൽ ചിലർ മാറി പനീർശെൽവത്തോടൊപ്പം ചേരുന്നതായും ഇപ്പോൾ വാർത്തകൾ വരുന്നു. ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് ഇപ്പോൾ ഒരു MLA AIADMKയുടെ ഏറ്റവും മുതിർന്ന നേതാവും AIADMKയുടെ പ്രസിഡിയം സെക്രട്ടറിയുമായ മധുസൂദൻ എന്ന ആൾ കൂടി MLA കൂടി ഇപ്പോൾ പനീർശെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിരിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം ചേർന്നിരിക്കുന്നു. അതായത് AIADMK കൂടുതൽ MLA-മാർ കൂടി പനീർശെൽവത്തിനൊപ്പം നീങ്ങുന്നു, അല്ലെ അദ്ദേഹത്തോടൊപ്പം നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ശശികല ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ MLA-മാരെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ 130ഓളം MLA-മാരെ വലിയ ആഡംബര ഹോട്ടലിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. എവിടെയാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ അഭ്യൂഹമുണ്ട്. എന്നാൽ ഈ സമയം തന്നെ
ഇതിനെതിരെ ഇവരെ കണ്ടെത്തണം, ഈ MLA-മാരെ തടങ്കിൽ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ പൊതുപ്രവർത്തകന്റെ ഹർജിയും പോയിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ MLA-മാരെ എത്രയും പെട്ടെന്ന് 5 മണിക്ക് മുമ്പ് തന്നെ സ്വതന്ത്രനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഗവർണറുമായി ശശികല കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ തങ്ങളുടെ ഭൂരിപക്ഷം തെളിയിക്കാൻ തന്നെയാണ് ശശികലയുടെ നീക്കം. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജിമോൻ ജേക്കബ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജിമോൻ, ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശക്തമായ വിമർശനമാണ് പനീർശെൽവം ശശികലയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വൃത്തികെട്ട കളികൾ കളിക്കുന്നു, ഒപ്പം തന്നെ ശശികല മുഖ്യമന്ത്രിയായാൽ അത് ജനാധിപത്യത്തിന് തീരെ കളങ്കമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം രണ്ടും കൽപ്പിച്ചാണ് പനീർശെൽവം ചെന്നൈ പോലീസ് കമ്മീഷണറെ മാറ്റുന്നു. ഇന്നലെ ശശികല മാറ്റിയ 131 MLA-മാരെ എത്രയും വേഗം ഇന്ന് 5 മണിക്ക് മുൻപ് കണ്ടെത്താൻ പോലീസിന് അന്തിമ നിർദ്ദേശവും പനീർശെൽവത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഒപ്പം പോയസ് ഗാർഡനിൽ നിന്ന് ശശികലയെ ഇറക്കിവിടാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വരുമ്പോഴും പനീർശെൽവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പനീർശെൽവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. പനീർശെൽവം ഒരു വലിയ പ്രതിരോധമാണ് ശശികലയ്ക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശശികലയ്ക്ക് അധികാരത്തിന്റെ വഴികളിലേക്ക് അപ്പോൾ എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വ്യക്തമായ സൂചനകൾ. 3 കാര്യങ്ങളാണ് ഇന്ന് പനീർശെൽവം മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. ഒന്ന്, സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് MLA-മാരെ തടങ്കലിൽ വെച്ചു. 2, അതിനുവേണ്ടി മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് വൃത്തികെട്ട കളികൾ കളിച്ചു. 3, ജയലളിത താമസിച്ചിരുന്ന പോയസ് ഗാർഡൻ തെറ്റായ മാർഗങ്ങളിലൂടെ ഒരു വിൽപത്രമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈയടക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും വൈകാരികമായിട്ടായിരിക്കും തമിഴകം പ്രതികരിക്കുക. ഒന്ന്, ശശികല ജയലളിതയെ സ്വത്ത് സമ്പാദനത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് അപകടപ്പെടുത്തി എന്നുള്ള സൂചനകളിലൂടെയാണ് ഇപ്പോൾ പ്രതിരോധം പനീർശെൽവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജോർജ് ചെന്നൈ കമ്മീഷണറെ മാറ്റിയതോട് കൂടിയിട്ട് ശശികലയുടെ ഒരു ബന്ധം പോലീസുമായിട്ടുള്ള ബന്ധം തകർക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ വ്യക്തമായ കാര്യമാണ്, ഇന്ന് 5 മണിക്ക് ശശികലയെ ഗവർണർ കാണുമ്പോൾ അവർക്ക് എന്താണ് ഗവർണർക്ക് ഓഫർ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഗവർണർ പറഞ്ഞു കഴിഞ്ഞു, അതായത് രാഷ്ട്രീയ കുതിര കച്ചവടം തമിഴ്നാട്ടിൽ അനുവദിക്കില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പും പനീർശെൽവം എടുക്കുന്നത് ഒരു രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ശശികല തമിഴ്നാട്ടിൽ മുതിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഗവർണർ ഈ തന്റെ തീരുമാനം നീട്ടിവെക്കാനാണ് എല്ലാ സൂചനകളും ഇപ്പോൾ ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ പോകുമ്പോൾ തന്നെ മറ്റ് പരമാവധി ജനവികാരം ശശികലയ്ക്കെതിരാക്കാനുള്ള നീക്കങ്ങളിലേക്കും പനീർശെൽവം നീങ്ങുന്നുണ്ട്. ശ്രീ ജിമോൻ ജേക്കബ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2011 AIADMKയിൽ നിന്ന് ജയലളിത ശശികലയെ പുറത്താക്കിയതിനു ശേഷം ഇവർ തിരികെ വരുമ്പോൾ ഒരു മാപ്പപേക്ഷ നൽകിയിരുന്നു. ആ മാപ്പപേക്ഷയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു പദവിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയോ താൻ ഒരിക്കലും ശ്രമിക്കില്ല എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ ആ മാപ്പപേക്ഷ ഉയർത്തിക്കാട്ടിയാണ് പനീർശെൽവം വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളെ കണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരു വശത്ത് ശശികല കുതിരക്കച്ചവടം നടത്തുന്നുവെന്ന് ഗവർണറെയും ഭരണ സംവിധാനത്തെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. മറുവശത്ത് ജനവികാരം അവർക്കെതിരെ കൂടുതൽ ആളിക്കത്തിക്കാനുള്ള നീക്കങ്ങൾ കൂടിയല്ലേ പനീർശെൽവം നടത്തുന്നത്? അതെ, തീർച്ചയായിട്ടും പനീർശെൽവം വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൗമ്യമായിട്ടിരിക്കുമ്പോഴും വിധേയനായിട്ടിരിക്കുമ്പോഴും
പന്നീർശെൽവത്തിന്റെ കഴിഞ്ഞ 3 ദിവസത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിശദമായിട്ട് സൂക്ഷ്മമായിട്ടും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമുണ്ട്. അതായത് പന്നീർശെൽവം ആദ്യം പറയുന്നത് വെച്ചാൽ ഞാനൊരു ചതിയൻ ചന്തുവല്ല, ഞാൻ AIADMKയെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങളിലല്ല, ഞാൻ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ്. 2, ഇതാ ഒരു AIADMKയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. അവർ അമ്മയുടെ മരണത്തിന് കുറ്റവാളിയാണ്. ഇത്തരം കാരണങ്ങളിലൂടെ വൈകാരികമായ അംശവും രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പന്നീർശെൽവം ശശികലയെ പ്രതിരോധിക്കുന്നത്. മാത്രവുമല്ല, ഇന്ന് ശശികലയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ്. അതായത് ജയലളിതയുടെ വസതി ഇളവരശി എന്ന് പറയുന്ന അവരുടെ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയുടെ പേരിലാണെന്ന് അനൗൺസ് ചെയ്തതോടുകൂടി അവർ ലോകത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അധികാരം മാത്രമല്ല, ജയലളിതയുടെ പണവും സ്വത്തുക്കളും കൈയടക്കുകയും ആ സ്വത്തുക്കൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് തമിഴക രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാവുകയോ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു യുദ്ധത്തിലാണ് ശശികല എന്ന് എക്സ്പോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് പന്നീർശെൽവം ADMK അണികളുടെ പിന്തുണയാണ് തേടുന്നത്. വ്യക്തമായിട്ടും പന്നീർശെൽവത്തിന് അറിയാം MLA-മാരുടെ പിന്തുണ ഈ സാഹചര്യത്തിൽ തനിക്ക് ലഭിക്കില്ല എന്നുള്ളത്. അപ്പോൾ വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവിന്റെ രംഗപ്രവേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ നാടകങ്ങളിലേക്കും കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കും നയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരന്റെ നടപടികൾ തന്നെയാണ് പന്നീർശെൽവത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അണികളുടെ ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ലഭിക്കുന്നുമുണ്ട് താനും. പക്ഷേ ഈ നിലവിലെ കാര്യങ്ങളിൽ നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഗവർണറുടെ മുന്നിലേക്ക് അവർ പോയാൽ ഗവർണർക്ക് അവരെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നതടക്കമുള്ള ഭരണഘടനാപരമായ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ സുപ്രീം കോടതി വിധി വരുന്നത് വരെ എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ട് പോകാം എന്നതായിരിക്കും ഗവർണറും കേന്ദ്രവും ആ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ സാങ്കേതികപരമായ ഇത്തരം കാര്യങ്ങളെ എങ്ങനെ മറികടക്കാൻ പന്നീർശെൽവത്തിന് കഴിയും? പന്നീർശെൽവം ഒന്നും കാണാതെ തെങ്ങിൽ കയറുന്ന ഒരാളല്ല എന്ന് ഞാൻ നേരത്തെ മുൻകൂട്ടി തന്നെ പറഞ്ഞു. ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വ്യക്തമായിട്ടുള്ള പിന്തുണ സംരക്ഷണം ലഭിക്കാതെ പന്നീർശെൽവത്തെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഇത്തരം ഒരു ശ്രമങ്ങൾക്ക് മുതിരുകയില്ല എന്നുള്ളത് സുവ്യക്തമാണ്. അതുകൂടാതെ ഇപ്പോൾ BJP അല്ലെങ്കിൽ BJPയുമായി ബന്ധമുള്ള ഗവർണർ ഇന്നലെ യാതൊരു കാരണവുമില്ലാതെ തമിഴക രാഷ്ട്രീയത്തെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പന്നീർശെൽവം വളരെ ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ്. 2, തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം അനുവദിക്കുകയില്ല. അപ്പോൾ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടന്നു എന്നുള്ള സൂചനകൾ വെളിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ മുതൽ പന്നീർശെൽവം ശ്രമിക്കുന്നത്. അത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ പന്നീർശെൽവത്തിന് MLA-മാരുടെ പിന്തുണയില്ലെങ്കിലും അണികളുടെ പിന്തുണകളിലൂടെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയും അതായത് ശശികലയ്ക്കെതിരെയുള്ള കേസുകൾ വിധി പറയും വരെ ഇത് നീട്ടിവെക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സമ്മർദ്ദ രാഷ്ട്രീയമാണ് BJPയും ഒപ്പം പന്നീർശെൽവവും അതിനെ സഹായിച്ചുകൊണ്ട് DMKയും ഇപ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ കളിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സാഹചര്യത്തിൽ പന്നീർശെൽവത്തിന്റെ ശ്രമങ്ങൾ വിജയിക്കാനാണ് സാധ്യത. കൂടാതെ ഇന്ന് ശശികല ഗവർണറെ കാണുമ്പോൾ ഈ പിന്തുണ ഇപ്പോൾ ശശികല പറഞ്ഞതെന്ന് വെച്ചാൽ 131 MLA-മാരുടെ പിന്തുണയുണ്ടെന്നുള്ളതാണ്. പക്ഷേ ലഭ്യമായ സൂചനകളിൽ നിന്ന്
പല MLA-മാരും അവരുടെ ക്യാമ്പുകളിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ചെന്നൈ പോലീസ് കമ്മീഷണർ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് ലഭ്യമായ സൂചനകൾ. അത് കാര്യം വ്യക്തമാണ് ശ്രീ ജിമോൻ ജേക്കബ്. അതായത് അത് തന്നെയാണ് പനീർശെൽവം ഉദ്ദേശിച്ചതും. അദ്ദേഹം കൃത്യമായ രീതിയിൽ ഈ ഇന്നലത്തെ ആ വാർത്താ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ജയലളിതയുടെ മരണത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമായും മനസ്സിൽ വിചാരിച്ച കാര്യവും അത് തന്നെയായിരിക്കും. അതായത് തമിഴ് ജനതയുടെ ഏറ്റവും വലിയ വികാരമായ ജയലളിതയുടെ അവരുടെ മരണത്തിൽ ഉണ്ടായ ദുരൂഹതകളിലേക്ക് വെളിച്ചം വീശുക, അതിൽ ശശികലയ്ക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ക്യാമ്പിന് പങ്കുണ്ട് എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിക്കുകയും ചെയ്തു എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ വ്യക്തമാണ്. ആദ്യം പറഞ്ഞു ഇതേക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന്. ആ സമയത്ത് തന്നെ ശശികല എന്താണ് പറഞ്ഞത്? അത് അമ്മയ്ക്ക്, മരണപ്പെട്ടു പോയ അമ്മയ്ക്ക് അപമാനമായിരിക്കുമെന്ന്. സംശയം തനിക്ക് നേരെ നീളുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നടത്തിയ ശുദ്ധ ബോഷ്കാണത്. മരണപ്പെട്ടു പോയ ഒരാൾക്ക് എങ്ങനെയാണ് അപമാനം ഉണ്ടാവുക? തന്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോഴും ഇതുവരെ അതിനു വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്താത്ത ഒരു ഗവൺമെന്റാണ് തമിഴകം ഭരിച്ചത്. സ്വന്തം അണികൾക്കും സ്വന്തം നേതാക്കൾക്കും പൊതുവെ ലോകത്തിന് മുഴുവനും ഇത്രയും ശക്തയായ ഒരു മുഖ്യമന്ത്രി, തമിഴകം വളരെ കാലം ഭരിച്ച ഒരു മുഖ്യമന്ത്രി എങ്ങനെ മരണപ്പെട്ടുവെന്ന് അറിയാനുള്ള ആഗ്രഹമില്ലേ, അവകാശമില്ലേ? രണ്ട്, ഇന്ന് അദ്ദേഹം നടത്തിയ ഒരു വലിയ ബോംബാണ്, രാഷ്ട്രീയ ബോംബാണ് ശശികലയുടെ വസതി സ്മാരകമാക്കുന്നു. അത് പറഞ്ഞ ഉടനെ തന്നെ, ശശികലയുടെ അല്ല, ജയലളിതയുടെ വസതി, അത് പറഞ്ഞ ഉടനെ തന്നെ ശശികല പറഞ്ഞു വെച്ചാൽ ഈ വസതി എന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് വിൽ പ്രകാരം ലഭിച്ചതാണ്. അതായത് പനീർശെൽവം ഒരുക്കിയ കുരുക്കിൽ ശശികല ചെന്ന് ചാടി പോയസ് ഗാർഡനുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും പനീർശെൽവത്തെ പോലെയുള്ള ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരൻ ഒരുക്കിയ കെണിയിൽ, രാഷ്ട്രീയ കെണിയിൽ പരിചയമില്ലാത്തതിന്റെ പേരിൽ, രാഷ്ട്രീയ പരിചയമില്ലാത്തതിന്റെ പേരിൽ ശശികല ചെന്ന് തലവെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറയാവുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ വില എത്രമാത്രം അവർ കൊടുക്കേണ്ടി വരും എന്നുള്ള ചോദ്യങ്ങളാണ് വരും മണിക്കൂറുകൾ നമ്മൾ നേരിടേണ്ടി വരിക.